കണ്ണൂർ കണ്ണപുരം കീഴറയിൽ വാടക വീട്ടിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് ഒരാൾ കൊല്ലപ്പെട്ടു. ചാലാട് സ്വദേശി മുഹമ്മദ് ആശാമാണ് കൊല്ലപ്പെട്ടത്. സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ച് ശേഖരിച്ചതിൽ മാട്ടൂൽ സ്വദേശി അനൂപ് മാലിക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ അനൂപിനെ കാഞ്ഞങ്ങാട്ട് നിന്നാണ് പിടികൂടിയത്. പുലർച്ചെ 2 മണിയോടെയാണ് കീഴറ സ്വദേശി ഗോവിന്ദന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ വൻ സ്ഫോടനം നടന്നത്. പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ വീട് പൂർണ്ണമായി തകർന്നു. നിലംപതിച്ച അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് മുഹമ്മദ് ആശാമിന്റെ മൃതദേഹം പുറത്തെടുത്തത്. പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ പൊട്ടിത്തെറിച്ചത് ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കളെന്ന് കണ്ടെത്തി. ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ എത്രമാത്രം അവിടെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഗൺ പൗഡർ ആണെങ്കിൽ എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് അസസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് കുറച്ച് ക്വാണ്ടിറ്റി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ ACPയുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ടീമിനെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പയ്യന്നൂരിൽ സ്പെയർ പാർട്സ് കട നടത്തുന്നയാളെന്ന് വിശ്വസിപ്പിച്ചാണ് അനൂപ് വീട് വാടകയ്ക്കെടുത്തതെന്ന വീട്ടുടമസ്ഥയുടെ പ്രതികരണം. അനൂപിനെ പറ്റി ഒന്നും നമ്മൾ അറിയില്ല. അനൂപിനെ പറ്റിയിട്ട് ഒരു ഇങ്ങനെ ഇല്ലേ, ഇത് ഇങ്ങനെയുള്ളൊരു ബിസിനസ്സാണ് നടക്കുന്നതെന്നുള്ളത് ആ നാട്ടുകാർക്കും അറിയുന്നുണ്ടെങ്കിൽ നമ്മളോട് പറയില്ലേ, ഇങ്ങനൊരു ബോംബും സ്ഫോടനവും അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അവർ നടത്തുന്നത്. അനൂപിന്റെ നിർദ്ദേശത്തിനനുസരിച്ച് സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ച് എത്തിച്ചു നൽകുന്നത് കൊല്ലപ്പെട്ട ആശാമാണെന്നാണ് കണ്ടെത്തൽ. അനൂപ് മാലിക് ആർക്ക് വേണ്ടിയാണ് സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായിട്ടില്ല. ഇതിനായി ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. അനൂപിനെതിരെ വിവിധ സ്റ്റേഷനുകളിലായി സ്ഫോടക വസ്തു നിയമപ്രകാരമുള്ള 6 കേസുകൾ നിലവിലുണ്ട്. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.